എപ്പോഴെങ്കിലും എന്താ എനിക്ക് ഒന്നിനൊരു ഉഷാറില്ലാത്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ചിലപ്പോൾ ഇതിന്റെയൊക്കെ പിന്നില് ഒരൊറ്റ ആളായിരിക്കും, ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ തിരിച്ചു പിടിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റാണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് മാപ്പ്. ആദ്യം നമ്മുടെ ശരീരം നമ്മളോട് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള മൂന്നേ കാര്യങ്ങൾ: ഉറക്കം, വർക്കൗട്ട്, പിന്നെ ഭക്ഷണം, ഇതൊക്കെ എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ 100% കൊടുത്തിട്ടും ഒരു റിസൾട്ടും ഇല്ലെന്ന്? ചിലപ്പോ നിങ്ങളുടെ ബോഡി ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവലിനെ പറ്റി എന്തോ ഒരു സിഗ്നൽ തരുന്നുണ്ടാവും. അപ്പോ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? അതായത് ടെസ്റ്റോസ്റ്ററോൺ കുറയുമ്പോൾ നമ്മുടെ ബോഡി തരുന്ന ചില ശാരീരികവും മാനസികവുമായ മുന്നറിയിപ്പുകൾ, വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പക്ഷെ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ലക്ഷണമാണ് രക്തചംക്രമണത്തിലെ പ്രശ്നങ്ങൾ. അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ചില പ്രശ്നങ്ങൾ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ശരിക്കെത്തുന്നില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്താണെന്ന് നോക്കാം. അപ്പോ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ബ്ലഡ് ഫ്ലോ ഈസിയാക്കുന്നത് ഇയാളാണ്. ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ ഈ നൈട്രിക് ഓക്സൈഡിന്റെ അളവും കുറയും. അതിന്റെ ഫലമായി ഉദ്ധാരണശേഷി കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വരാം. ഇത് ശരീരം തരുന്നൊരു വലിയ സൂചനയാണ് കേട്ടോ. ഓക്കേ, അപ്പോ ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും ശക്തിയിലും വേറെയും ചില മാറ്റങ്ങൾ വരാം. അതും ശ്രദ്ധിക്കണം. ഇതൊന്നോ രണ്ടോ മാറ്റങ്ങളല്ല, പല കാര്യങ്ങളുണ്ട്. നോക്കൂ, മസിൽസ് കുറഞ്ഞ് അവിടെയൊക്കെ കൊഴുപ്പ് വരുന്നു, പ്രത്യേകിച്ച് നെഞ്ചത്തും വയറ്റിലും. എല്ലുകൾക്കൊരു ബലക്കുറവ് പോലെ. പിന്നെ എപ്പോഴും ഒരു ക്ഷീണം, ഒരു കാരണവുമില്ലാതെ. ഈ പറഞ്ഞതൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതിന്റെ ഒരു ക്ലിയർ സൈനാവാൻ സാധ്യതയുണ്ട്. പക്ഷേ സംഭവം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് നമ്മുടെ മനസ്സിനെയും കാര്യമായിട്ട് ബാധിക്കും. ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യവും ഒരു ലക്ഷ്യബോധവും ഒരു ക്ലാരിറ്റിയുമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ചത് കുറഞ്ഞാലോ? എന്തിനും ഒരു പേടി, ഒരു ബ്രെയിൻ ഫോഗ്, ഒരു ആഗ്രഹവുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇത് ശരിക്കും ഒരു മാനസിക പോരാട്ടം കൂടിയാണ്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി പരിഹാരത്തിലേക്ക് കടക്കാം അല്ലേ? അതിലാദ്യത്തേത് ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ വെറുതെ റെസ്റ്റ് എടുക്കൽ മാത്രമല്ല, നമ്മുടെ ഹോർമോൺ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണത്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിക്കും റീചാർജ് ചെയ്യുന്നത്, ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന പോലെ. ഈ സമയത്താണ് മസിൽസ് റിക്കവർ ആവുന്നതും ഗ്രോത്ത് ഹോർമോണുകൾ റിലീസാവുന്നതും പിന്നെ ഏറ്റവും പ്രധാനം ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നതും ഈ സമയത്താണ്. അപ്പം നല്ല ഉറക്കമില്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്ഷൻ സ്വയം ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട 1 നമ്പർ റൂൾ. വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. രാത്രി ഇരുട്ടത്ത് ഫോൺ ഉപയോഗിക്കരുത്. ആ സ്ക്രീനിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഉറക്കത്തിന്റെ ഹോർമോണായ മെലാറ്റോണിനെ നശിപ്പിക്കും. അത് നേരെ പോയി നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനെയും ബാധിക്കും. അപ്പോ ഫോൺ മാറ്റിവെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ബ്ലൂ പ്രിന്റിലെ രണ്ടാമത്തെ പില്ലറിലേക്ക് വരാം, എക്സസൈസ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ എക്സസൈസ് ചെയ്യുന്നു എന്നതാണ്. ഏറ്റവും നല്ല റിസൾട്ടിന് നമ്മൾ ട്രെയിനിങ്ങിനെ രണ്ടായിട്ട് കാണണം. സ്റ്റെപ്പ് 1, പതുക്കെയും കൺട്രോൾഡായും ചെയ്യുന്ന വർക്കൗട്ടുകൾ. മസിൽസിനൊക്കെ ഒരു നല്ല ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണിത്. ഇനി സ്റ്റെപ്പ് 2, നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യുക. അതായത് നല്ല ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ. ഇത് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും. ഇവ രണ്ടും വേണം. അതായത് നിങ്ങളുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യുക, അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ സൂപ്പർ ഹൈ ആവും. ഇതാണ് പോയിന്റ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ അത് ബോഡിക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, ഹേയ്, കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്ന. ഹൈ ഇന്റൻസിറ്റി എന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമൊന്നും ആലോചിക്കേണ്ട. സിമ്പിളായിട്ടുള്ള പുഷപ്പുകൾ, പുള്ളപ്പുകളൊക്കെ മതി. നിങ്ങളുടെ സ്വന്തം ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷേ കാര്യം ഇത്രയുള്ളൂ, നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം ചെയ്യുക. ആ ഒരു പുഷാണ് ബോഡിക്ക് വേണ്ട സിഗ്നൽ. ശരി, ഇനി നമ്മുടെ ബ്ലൂ പ്രിന്റിലെ മൂന്നാമത്തെയും അവസാനത്തെയും പീസ്, ഫുഡ്, അതായത് ന്യൂട്രീഷൻ. ഈ പറഞ്ഞ സിസ്റ്റം മുഴുവൻ വർക്ക് ആവണമെങ്കിൽ നല്ല ഇന്ധനം വേണ്ടേ? അതാണ് പോഷകാഹാരം. ഇവിടെയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ദഹനം നല്ലതായിരിക്കണം. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് ശരീരം വലിച്ചെടുത്തെങ്കിലേ ഹോർമോൺസൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. രണ്ടാമത്, ചില നാച്ചുറൽ ഹെർബ്സ്,
അതായത് അശ്വഗന്ധ പോലെയുള്ളവ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ഹോർമോൺസ് ബാലൻസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടി നോക്കാം. ഇതാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്. അപ്പോൾ നോക്കൂ, ഇതാണ് ആ ബ്ലൂ പ്രിന്റ്. ഉറക്കം, വ്യായാമം, പോഷകാഹാരം. ഇവ ഓരോന്നും ഒറ്റയ്ക്ക് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടും. പക്ഷെ യഥാർത്ഥ മാറ്റം വരുന്നത് ഇവ 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ്. നല്ല ഉറക്കം കിട്ടിയാൽ വ്യായാമം ചെയ്യാൻ എനർജി ഉണ്ടാവും. നല്ല വ്യായാമം ചെയ്താൽ ഹോർമോൺസ് കൂടും. നല്ല ഭക്ഷണം കഴിച്ചാൽ ഇവ രണ്ടിനും സപ്പോർട്ട് കിട്ടും. ഇതൊരു കംപ്ലീറ്റ് സൈക്കിളാണ്. അപ്പോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം ഇതാണ്: ഈ വർഷം നിങ്ങൾ എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത്?